നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 979th day. Today 23rd sloka of Pradhamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 979 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. പിതാമഹസമസാമ്യേ പ്രസാദേ ഗിരിശോപമാ. ആശ്രയഃ സർവബോധാനാം യഥാ ദേവോ രമാശ്രയ. ഓം തത്സത്. പിതാമഹസമസാമ്യേ പ്രസാദേ ഗിരിശോപമാ. ആശ്രയഃ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പിതാമഹ സമ സാമ്യേ പ്രസാദേ ഗിരിശോപമ രമ ആശ്രയ. രമാശ്രയ രമ ആശ്രയ എന്നുള്ളത്. ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമ ആശ്രയ. രമ ആശ്രയ രമാശ്രയ. അതായത് സമഭാവത്തിൽ എല്ലാവരെയും സമമായി കരുതുന്നതിൽ പിതാമഹ സമ ബ്രഹ്മാവിന് തുല്യനും, സമ എന്ന് പറഞ്ഞാൽ തുല്യനും, പ്രസാദേ പ്രസാദിക്കുന്നതിൽ ഗിരിശോപമ ഗിരികളുടെ ഇതായിട്ടുള്ള നാഥനായിട്ടുള്ള ശിവന് സദൃശനും, കൈലാസത്തിൻ്റെ നാഥനായിട്ടുള്ള ശിവന് സദൃശനും, രമാശ്രയ ദേവ യഥാ ലക്ഷ്മി ദേവിയുടെ നാഥനായ ദേവൻ എന്ന പോലെ സർവഭൂതാനാം സകല ഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കും. അതായത് സകലരെയും സമമായി കരുതുന്നതിൽ ഇദ്ദേഹം ഈ പരീക്ഷത്തിനെക്കുറിച്ച് ബ്രാഹ്മണന്മാർ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുകയാണ്, സകലരെയും സമമായി കാണുന്ന വിഷയത്തിൽ ഈ കുഞ്ഞ് ഭാവിയിൽ ബ്രഹ്മാവിന് സദൃശനായിരിക്കും, ബ്രഹ്മാവിന് തുല്യനായിരിക്കും. ആശ്രയിച്ചവരെ വേഗം അനുഗ്രഹിക്കുന്നതിന് ഇദ്ദേഹം ശിവന് തുല്യനായിരിക്കും. അപ്രകാരം തന്നെ ആശ്രയിച്ചവരെ സഹായിക്കുന്നതിൽ, അതായത് ആശ്രയിച്ചവർക്ക് അഭയം നൽകുന്നതിൽ രമാദേവിയുടെ നാഥനായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ നാഥനായിട്ടുള്ള ആ മഹാവിഷ്ണുവിന് ഭഗവാന് തുല്യമായിരിക്കും, സദൃശനായിട്ട് വരും എന്ന് പറയുകയാണ്. അത്രയ്ക്കും മഹത്തായ ഒരു സന്താനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുവാനാണ്. എല്ലാവരെയും സമമായി കാണാൻ ബ്രഹ്മാവ് എല്ലാവരെയും സമമായി കാണുന്നതാണത്രേ. അതുകൊണ്ട് എല്ലാവരെയും സമമായി കാണാൻ വേണ്ടി ബ്രഹ്മാവിന് തുല്യനും, എല്ലാവരെയും തനിക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്ത് ആർ തപസ്സനുഷ്ഠിച്ചാലും ശിവഭഗവാൻ വേഗം പ്രസാദിക്കുകയും അവർക്ക് വേണ്ട വരങ്ങൾ നൽകുകയും ചെയ്യും. അപ്രകാരം പ്രസാദിക്കുന്നതിൽ, ആശ്രയിച്ചവരെ പ്രസാദിക്കുന്നതിൽ ശിവഭഗവാന് തുല്യവും, പിന്നെ ആശ്രയിച്ചവരെ ആർക്ക് ആശ്രയം നൽകുന്നതിൽ, അവർക്ക് വേണ്ട ആശ്രയങ്ങളെല്ലാം നൽകി അവരെ കാത്തുരക്ഷിക്കുന്നതിൽ രമാദേവിയുടെ ലക്ഷ്മി ദേവിയുടെ നാഥനായിരിക്കുന്ന ശ്രീ മഹാഭഗവാന് തന്നെ, അതായത് ആ മഹാവിഷ്ണുവിന് തന്നെ തുല്യനായിട്ട് സദൃശനായിട്ട് ഭവിക്കും എന്നാണ്. തുല്യം എന്നല്ല, സദൃശനായിട്ട് ഏകദേശം അതുപോലെയുള്ള ആളായിട്ട് ഭാവിയിൽ ഈ കുഞ്ഞ് വളർന്നു വരും എന്ന് അനുഗ്രഹിക്കുകയാണ്, എന്ന് പ്രവചിക്കുകയാണ് ഈ ബ്രാഹ്മണന്മാർ. അത് എപ്രകാരമായിരിക്കും ഈ കുഞ്ഞിൻ്റെ ഭാവി എന്ന്
ധർമ്മപുത്രർ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണിതൊക്കെ. ശ്ലോകം ഒരിക്കൽ കൂടി. പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയഃ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ. സർവഭൂതങ്ങൾ, ഏത് ഭൂതം ഭഗവാനെ ആശ്രയിച്ചാലും ആ ഭഗവാൻ അവർക്ക് ആശ്രയം നൽകും. ആത്മാർത്ഥതയോടുകൂടി ആ ഭഗവാനിൽ തന്നെ അർപ്പണ ബുദ്ധിയോടുകൂടി ആശ്രയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആശ്രയഃ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയ. രമ തന്നെ ആശ്രയിച്ചപ്പോൾ ആ രമാദേവിക്കും അദ്ദേഹം അഭയം കൊടുത്തു. അപ്രകാരം ആ രമാദേവി ആശ്രയിച്ചിരിക്കുന്ന എല്ലാ ഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന അദ്ദേഹത്തിനും സദൃശനായി തീരും എന്ന് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.